തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കഞ്ചാവ് മാഫിയ സംഘങ്ങളെ പിടികൂടുന്നതിന് ഇടയിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം. 3 പോലീസുകാർക്ക് പരിക്കേറ്റു. കഞ്ചാവ് വിൽപ്പന ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സഹോദരങ്ങൾ വിഴിഞ്ഞം പോലീസിന്റെ കസ്റ്റഡിയിലായി. വിഴിഞ്ഞത്തെ നിരവധി കേസുകളിൽ പ്രതിയും കഞ്ചാവ് മാഫിയ സംഘത്തിലെ ഇടനിലക്കാരുമായ തിരുവല്ലം സ്വദേശികളായ അനന്തകൃഷ്ണനും യദുകൃഷ്ണനുമാണ് സംഭവത്തിൽ പിടിയിലായത്. ഇരുവരും സഹോദരങ്ങളാണ്. ഇരുവരെയും പിടികൂടുന്നതിനിടയിൽ വിഴിഞ്ഞം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ വിനയകുമാർ, റെജി, രാകേഷ് എന്നിവരാണ് ആക്രമണത്തിന് ഇരയായത്. പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെങ്ങാനൂർ ഭാഗത്തെ പ്രധാന കഞ്ചാവ് വിൽപ്പനക്കാരായ ചൈന അഖിൽ എന്ന് വിളിക്കുന്ന അഖിലുമായി തിരുവല്ലം വണ്ടിത്തടം സ്വദേശിയായ അനന്തകൃഷ്ണനും സംഘവും തമ്മിൽ കഴിഞ്ഞ 6 മാസമായി തെറ്റിലായിരുന്നു. ഇത് പലപ്പോഴും കയ്യാങ്കളികൾക്ക് ഇടവന്നിരുന്നു. കഴിഞ്ഞ 5-ാം തീയതി ചൈന അഖിലിന്റെ കൂട്ടാളിയായ വിഷ്ണുവിനെ അനന്തകൃഷ്ണന്റെ സഹോദരൻ യദുകൃഷ്ണൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചു. വെങ്ങാനൂരിൽ നിന്നും കാറിൽ കയറ്റിയ വിഷ്ണുവിനെ പനങ്ങോട് ഭാഗത്താണ് ഉപേക്ഷിച്ചത്. ഇതറിഞ്ഞ ചൈന അഖിൽ അനന്തകൃഷ്ണനുമായി പോരിനു വിളിച്ചു. തുടർന്ന് വെങ്ങാനൂർ സ്കൂൾ ഗ്രൗണ്ടിലെത്തിയ ഇരു സംഘങ്ങളും മാരകായുധങ്ങളുമായി ഏറ്റുമുട്ടി. സംഭവസ്ഥലത്തു നിന്ന് കടന്നുകളഞ്ഞ വിഷ്ണുവിനെ പിന്തുടർന്ന യദുകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 6-അംഗ സംഘം വെങ്ങാനൂർ മുക്കോലക്ക ഭാഗത്ത് വെച്ച് വിഷ്ണു സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട ശേഷം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മൂർച്ചയില്ലാത്ത ആയുധമായതിനാൽ വിഷ്ണുവിന്റെ ജീവൻ നഷ്ടമായില്ല എന്ന് പോലീസ് പറഞ്ഞു. വിഷ്ണു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.